ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ +1 കൂട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. അതായത് നമ്മുടെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു, എല്ലാവർക്കും നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. +2 പോകുമ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. ഒരുപാട് ചാനലുകാരന്മാർ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാതിരുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെ ദൈവം കനിയും. അടിച്ചു കയറി വാ മക്കളെ. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ് നടക്കുന്നത്? ഇതാണ് എല്ലാ കൂട്ടുകാർക്കും അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് കുറേ പേര് പറയുന്നുണ്ട് മാർച്ചിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഉറച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും നേരത്തെ നടക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ എപ്പോൾ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബറിലോ നവംബറിലോ നടക്കും എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പോർട്ടുകൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ സാറുമായിട്ട് അന്വേഷിച്ചപ്പോൾ സാറുമാരും പറയുന്നുണ്ട് അവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്രാവശ്യം നേരത്തെ ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണ് വരുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്തിക്കൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. അല്ലെങ്കിൽ മറ്റതാണെങ്കിൽ രണ്ടും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പോൾ അത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ആയിരിക്കും ഞാൻ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓരോരോ വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. ഇനി അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ എൻ്റെ വക അടിച്ചു കയറി വേട. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക ഒരിക്കലും മറക്കരുത്. ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവൻ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരുടെ വേവലാതിപ്പെട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അവിടെ തന്നെ എത്തുന്നതായിരിക്കും. അതിലേക്കും